ആത്മീയ കഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ ദാനധർമാദികളിലെ ആത്മീയത, ആത്മീയ ശാസ്ത്രം എന്നുള്ളതാണ്. അതെ, നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക, എന്തെങ്കിലും ഇല്ലാത്തവന് ഉള്ളവൻ നൽകുക, ഇതൊക്കെ ഒരു ശ്രേഷ്ഠ കർമ്മമാണ്, പുണ്യകർമ്മമാണ്, അത് ചെയ്യുകയും വേണം. ഇങ്ങനെയൊക്കെ കേട്ട് വളർന്നവരാണ് നമ്മൾ. നിരവധി സുമനസ്സുകളായിട്ടുള്ള ദാനധർമാദികളായിട്ടുള്ള ആൾക്കാരുടെ കഥകളും ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാബലിയുടെയും ശിബിയുടെയും കർണൻ്റെയും ഒക്കെ മഹാദാനികളായിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെ കഥകൾ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം മനുഷ്യനുണ്ടായ കാലം മുതൽ ഇതേപോലെയുള്ള ഉള്ളവൻ ഇല്ലാത്തവന് നൽകുന്ന നിസ്വാർത്ഥമായ സമർപ്പണ ബുദ്ധിയോടെയുള്ള കർമ്മത്തെയാണ് ദാനം എന്ന് പറയുക, മഹാദാനം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനൊന്നുമല്ല. എന്തെങ്കിലും കാര്യസാധ്യത്തിനായിക്കോട്ടെ, നമ്മുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടും ഒക്കെ ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ അതിൽ നിന്ന് തിരികെ എന്തെങ്കിലും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പലതും നൽകാറുണ്ട്. പക്ഷേ അതിന് ശ്രേഷ്ഠത, ആത്മീയ തലത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അപ്പം ദാനം നൽകുമ്പോഴും സ്വീകരിക്കുമ്പോഴും നൽകുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം എന്ന് ആത്മീയ ശാസ്ത്രത്തിൽ പണ്ടുതൊട്ടേ എല്ലാ ഏടുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഇതൊന്നും അറിയാതെ ചെയ്യുന്നതെല്ലാം വിഫലമായി പോകുന്നു എന്നുള്ളതാണ്. നമുക്കൊരു പക്ഷേ ഒരുപാട് പുണ്യവും ഫലവും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ പലരും ഓടി നടന്ന് ദാനം ചെയ്യാറുണ്ട്. പക്ഷേ എന്നിട്ടും അത് ഫലം ലഭിക്കുന്നില്ല, വിപരീത ഫലങ്ങൾ അടിക്കടി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും പറയാറുണ്ട്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കുന്നില്ല. എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു ആത്മീയ ശാസ്ത്രം? ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും അറിഞ്ഞു കണ്ട് പാത്രമറിഞ്ഞ് ദാനം നൽകുക എന്ന് പറയും. ചിലർ കയ്യിലുള്ളതെല്ലാം ജീവിതകാലം ഉണ്ടാക്കിയതും അധ്വാനിക്കുന്നതും എല്ലാം ഈ ദാനധർമാദികൾ കൊടുത്ത് എന്തെങ്കിലും പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം പുണ്യം ലഭിക്കാതിരിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ദുരിതങ്ങളുടെ കുത്തൊഴുക്കായിരിക്കും ഇവർ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ദാനധർമാദികളുടെ ശ്രേഷ്ഠത എന്നുള്ളത് അറിയുക. എന്തിനാണ് ദാനം നൽകുന്നത് നമ്മൾ? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. ഇതെല്ലാം തന്നെ ഈ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്തതിൻ്റെ ഫലമൊന്നും ആയിരിക്കണമെന്നില്ല. ഇതിനെ നമ്മൾ പറയുന്നതാണ് കാർമിക് എഫക്റ്റ് എന്ന് പറയും. കർമ്മദോഷമെന്ന് പച്ച മലയാളത്തിൽ പറയാം. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന എന്തും ഒരു കർമ്മത്തിൻ്റെ എഫക്റ്റാണ്. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു കോസ് ഉണ്ട്, ഒരു കാരണമുണ്ട്. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഓർമ്മയിൽ വരണമെന്നില്ല. പ്രധാനമായിട്ടും 3 ഏരിയയിലൂടെയാണ് ഒരു കർമ്മദോഷം അല്ലെ കർമ്മഫലം നല്ല വശവും ഉണ്ടാകുന്നത്. ഒന്ന് സഞ്ചിത കർമ്മം എന്ന് പറയും, വരുമ്പോഴേ കൊണ്ടുവരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ക്യാരി ഫോർവേഡ് എന്ന് പറയും. ഇപ്പോൾ നമ്മളിലേക്ക് കടന്ന ഈ ആത്മാവ്, ജീവാത്മാവ് മുൻപ് മറ്റേതോ ശരീരത്തിലിരുന്നതാണ്. ആ ശരീരത്തിൻ്റെ ആ ബുദ്ധിയുടെ ചിന്തയിലൂടെ ലഭിച്ച എഫക്റ്റും കൊണ്ടാണ് ഇത് ഈ പ്രപഞ്ചത്തിലേക്ക് പോയത്. ഇതാണ് നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇതിനാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ദോഷവശങ്ങളുണ്ടെങ്കിൽ പ്രസൻറ്റ് ലൈഫിൽ പലവിധത്തിലുള്ള എഫക്റ്റുകളും ഉണ്ടാകാം. ഇപ്പോൾ ഇപ്പോഴത്തെ ജീവിതം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സഞ്ചിതം. മറ്റൊന്ന് ജനിതകം, ജീൻ ട്രാൻസ്ഫർമേഷൻ. 7 തലമുറ ബാക്കിലോട്ടുള്ളവരുടെ എഫക്റ്റും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ, സയൻറ്റിഫിക്കായിട്ട് പലപ്പോഴും മെഡിക്കൽ സയൻസിലൊക്കെ ചോദിക്കാറില്ല, ഹെറിഡിറ്ററി ആണോ നിങ്ങളുടെ ഈ ഒരു അസുഖത്തിന് കാരണം? ക്യാൻസർ ആയിക്കോട്ടെ, മാനസിക പ്രശ്നമായിക്കോട്ടെ, ജീൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും. ഇത് സ്ഥൂല ശരീരത്തിൽ പകർന്നു കിട്ടുന്നത്. നമുക്ക് ബാക്കിലോട്ട് ചിന്തിച്ചാൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറ വരെ, നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ വരെ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറിനെ വരെ ഓർമ്മ കാണും. അതിനപ്പുറത്തോട്ട് ഓർമ്മയില്ല. അപ്പോൾ അതിന് 3 തലമുറ മുകളിലുള്ള ഒരാളുടെ നല്ലതും ചീത്തയായിട്ടുള്ള ചെയ്തിയുടെ എഫക്റ്റും പിന്നീടൊരു അനന്തര തലമുറ അനുഭവിക്കുന്നു. അതിനെ ജനിതക കർമ്മം. 3ാമത്തത് ആർജിത കർമ്മം. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ബോധമണ്ഡലത്തിൽ കൊണ്ടു നടന്ന ആർജിത ചിന്തകൾ, അതും കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വരുന്നതാണ് ഇപ്പോൾ പലരും അനുഭവിക്കുക. അതിനൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടാകും, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരും.
അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അതിൻ്റെ നല്ലതാണേലും നല്ല ഫലങ്ങൾ നമ്മളെ തേടി കറങ്ങി തിരിഞ്ഞ് വരുന്നു. ചീത്ത റിസൾട്ടാണെങ്കിൽ അതേപോലെ തന്നെ ബൂമറാങ് എഫക്റ്റ് എന്ന് പറയും. ഒരു വളഞ്ഞൊരു വടി പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, എറിഞ്ഞ കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ പലരും വിചാരിച്ചേക്കാം, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഇപ്പോഴനുഭവിക്കുന്ന വെച്ച് നോക്കിയാൽ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എനിക്ക് ദുരനുഭവം വരാൻ കാരണം? നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടാവണമെന്നില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ കാലങ്ങളായി നിങ്ങൾ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളിലെ നിങ്ങളെപ്പറ്റി തന്നെ ദുഷ്ചിന്തകളിലൂടെ എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, എൻ്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇതിനൊക്കെ പലപ്പോഴും സാഹചര്യങ്ങളെയും വ്യക്തികളെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അയവിറക്കുന്നതെങ്കിൽ, അവനവനെപ്പറ്റി പോലും ആണെങ്കിലും നമ്മുടെ ആത്മാവിലേക്കാണ് അത് എത്തപ്പെടുക. അപ്പം നിങ്ങളെ പീഡിപ്പിച്ചിട്ടില്ലേ കാലങ്ങളായിട്ട്? അപ്പോൾ ഇതെല്ലാം ആർജിത കർമ്മ ദോഷമായി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാർമിക് എഫക്റ്റിനെ, ദോഷത്തെ നമ്മളൊന്ന് കാണാൻ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ദാനധർമാദികൾ ചെയ്യുന്നത്. അതുകൊണ്ട് കേട്ടിട്ടില്ലേ, പലപ്പോഴും വല്ല അസുഖങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി സദ്യയൊക്കെ നടത്താറുണ്ട് നമ്മൾ. അന്നദാനം, മഹാദാനം, ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനം എന്നൊക്കെ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനമല്ല, അത് വിദ്യാദാനം തന്നെയാണ്. നിങ്ങൾക്ക് ദാനം പലതും ചെയ്യാം. സാമ്പത്തികമായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറിവ് ദാനമായിട്ട് കൊടുക്കാം. അറിവില്ലാത്തവർക്ക് നല്ല അറിവ് കൊടുക്കുന്നതും ശ്രേഷ്ഠമായ ദാനമാണ്. വിദ്യാദാനം സർവധനാൽ പ്രധാനം. കാരണം ഒരു മനുഷ്യന് അന്നം പോലും നേടിത്തരുന്ന വിദ്യയാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അറിവാണ് അന്നം. അറിവില്ലാത്ത അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, അവന് ചുറ്റുമുള്ള സർവ്വ അഭിവൃദ്ധിയും അവൻ നേടിയെടുക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള അറിവിലൂടെയാണ്. അപ്പോൾ അറിവ് പ്രദാനം ചെയ്യുന്ന ആ ഒരു സേവനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദാനമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മത്സ്യബന്ധനത്തിനായിട്ട് കടലിലേക്ക് പോവുകയാണ്. അയാൾ കടലിൽ പോയിട്ട് എല്ലാ ദിവസവും മീൻ പിടിച്ചുകൊണ്ട് കരയ്ക്കണയുമ്പോൾ അയാളുടെ സുഹൃത്ത് കരയിലിരുന്ന് പറയും, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരുമെന്ന് പറയും. അപ്പോൾ അയാൾ പിടിച്ചുകൊണ്ട് വന്ന മത്സ്യത്തിൻ്റെ കുറച്ച് അയാൾക്ക് കൊടുക്കും ദാനമായിട്ട്. അങ്ങ് പോവും, ഇയാൾ അതുകൊണ്ട് കഴിയുന്നു. അടുത്ത ദിവസവും ഇതേപോലെ ഇയാൾ കരയിലേക്ക് വരുമ്പോൾ കുറച്ച് മത്സ്യം കൈ നീട്ടി യാചിക്കുകയാണ്, കൊടുക്കും. ഇങ്ങനെ പല ദിവസമായപ്പം ഈ കടലിലേക്ക് പോയ സുഹൃത്ത് വിചാരിച്ചു, ഇവനെ ഞാൻ എത്ര നാൾ ഇങ്ങനെ പോറ്റും, അവൻ്റെ കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല, ചിന്തിക്കാൻ കുഴപ്പമില്ല, എല്ലാം ഉണ്ടല്ലോ, ഇവനെ അലസനാക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ പോകുമ്പം ഇവനെയും കൂടെ ഈ വള്ളത്തിൽ കയറ്റാം. എന്തിനാണെന്നറിയാമോ? എങ്ങനെ മീൻ പിടിക്കണം എന്നുള്ള അറിവ് കൊടുക്കാൻ, പഠിപ്പിക്കാൻ. അങ്ങനെ ഓരോ ദിവസവും ഈ സുഹൃത്തിനെ വള്ളത്തിൽ പിടിച്ച് കയറ്റി, വഞ്ചിയിൽ പിടിച്ച് കയറ്റി കടലിലേക്ക് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മീൻ പിടിക്കാൻ പഠിച്ചു. സമർത്ഥനായിരുന്നു അവൻ. പക്ഷേ ഒരു അറിവ് കൊടുത്തപ്പോൾ ആദ്യത്തെ സുഹൃത്തിനേക്കാട്ടിലും എക്സ്പെർട്ടായിട്ട് ഇവനെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവൻ സ്വതന്ത്രനായി പോയി മത്സ്യം പിടിക്കാൻ തുടങ്ങി. അതിലൂടെ മറ്റു പലർക്കും ഉപജീവനം മാർഗമായിട്ട് ഇവൻ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, പലരും നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ പല കഴിവുകളുമുള്ളവരാണ്. അതുകൊണ്ടാണ് പാത്രം അറിഞ്ഞു കൊടുക്കണമെന്നുള്ളത്. ശരിയാണ്, നിരാലംബരാണെങ്കിൽ തീർച്ചയായിട്ടും ദാനം അർഹിക്കുന്ന ദാനം കൊടുക്കണം. സാമാന്യ ബുദ്ധിയും സാമാന്യ ആരോഗ്യമുള്ള, ഈവൻ അംഗവൈകല്യം പോലും ഉണ്ടെങ്കിലും ഫിസിക്കലി ചലഞ്ചാണെങ്കിൽ കൂടി സാമാന്യ ബുദ്ധിയുള്ള എത്രയോ ആൾക്കാർ അവരുടെ ആ കഴിവിലൂടെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അന്നം കൊടുക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ നൽകുമ്പോൾ അവിടെ ഒരു ശ്രേഷ്ഠത നോക്കണം. ഈ ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് ക്വാളിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ദാനധർമാദികൾ നിങ്ങൾക്ക് വിപരീതമായിട്ടേ ഭവിക്കുകയുള്ളൂ. ഇപ്പം പലർക്കും സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, തിരക്കുണ്ട്, സമ്പത്തുണ്ട്. ഇപ്പോൾ ദാനമെന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സമ്പത്ത്, എക്കണോമിക്കൽ സൈഡാണ് ചിന്തിക്കുക. നിങ്ങളൊരു പക്ഷേ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ പലർക്കും വീട് വെച്ച് കൊടുക്കാനോ ഒക്കെ ആയിട്ട് ആണ് ഈ ദാനധർമാദികൾ നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഈ സംഘാടകരായിട്ടുള്ളവരെല്ലാം മനുഷ്യരാണ്. ഇതിനുള്ളിൽ 5 പേരുണ്ടെങ്കിൽ, ഇത് കൈകാര്യം ചെയ്യുന്ന 5 പേരുണ്ടെങ്കിൽ, ഈ 5 പേരിൽ ഒരാൾ നമ്മൾ നൽകുന്ന സമർപ്പണത്തിൽ അല്ലെങ്കിൽ ആ സംഭാവനയിൽ നിന്നും അതിലൊരാളുടെ ചിന്ത നെഗറ്റീവ് ഡയറക്ഷനിൽ അവൻ മറ്റു 4 പേരും അറിയാതെ അത് അപഹരിച്ച് ദുഷ്കർമ്മത്തിനായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ
ഈ പ്രപഞ്ചത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതിന് തുല്യമായി മാറുന്നു. അത് പരോക്ഷമായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ദാനധർമാദികൾ ഒക്കെ കൊടുക്കുമ്പോൾ അത് ശരിയായ കരങ്ങളിലേക്കാണോ പോകുന്നത് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും ആത്മീയതയിൽ ഇതിൻ്റെ സയൻസ് ശാസ്ത്രീയത അറിയാതെ ഒരുപാട് ആൾക്കാർ എല്ലാം എഴുതി കൊടുക്കാറുണ്ട്, ഒരുപാട് കൊടുക്കുക. ദൈവത്തിനെ സംബന്ധിച്ച് 1 രൂപയും 1 ലക്ഷം രൂപയും ഒരേപോലെയാണ് വാല്യൂ. കാരണം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ തന്നെയല്ലേ, അതെടുത്ത് നമ്മളായിട്ട് കൊടുക്കാൻ ആരാണ്? പക്ഷെ കൊടുക്കുമ്പോൾ എന്തു കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ നൽകുന്നു എന്നുള്ളതാണ്. സമർപ്പണത്തിനകത്താണ് പ്രധാനമായിട്ടും. 3 സ്ഥലങ്ങളിൽ പോകുമ്പോൾ സമർപ്പണം ചെയ്യണമെന്ന് പറയാറുണ്ട് ആത്മീയതയിൽ. 3 സ്ഥലങ്ങളിൽ വെറും കൈയോടെ പോകാൻ പാടില്ല, കയ്യിൽ ചുരുട്ടി പിടിച്ച് വേണം പോകാൻ. 1, ദേവാലയങ്ങളിൽ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കരുതണം, സമർപ്പണം. അതിൻ്റെ മൂല്യം എത്രത്തോളമുള്ള, സാമ്പത്തികമായിട്ട് വലിയ മൂല്യമുള്ളതല്ല, ഒരു സ്വർണ്ണ കിരീടമല്ല. സ്വർണ്ണ കിരീടവും നിങ്ങളുടെ കയ്യിലെ ഒരു പിടി തുളസിക്കതിരും ഒരേപോലെയാണ് ദൈവിക സവിധത്തിൽ. അപ്പോൾ എന്തെങ്കിലും സമർപ്പണം മതി. ഓക്കെ, അതൊന്ന്. മറ്റൊന്ന്, നമ്മുടെ ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്ന് പറയും, എന്തെങ്കിലും കയ്യിലുണ്ടാകണം. മറ്റൊന്ന്, മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ കയ്യിലെന്തെങ്കിലും വേണം. ഇതെല്ലാം സമർപ്പണം ഹൃദയത്തിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് പരോക്ഷമായിട്ട് നമുക്ക് ചുറ്റും എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ സമർപ്പണത്തിൻ്റെ ആത്മീയത അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി മുൻപേറുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആത്മീയകഥകളിൽ ഇന്നൊരു വിഷയം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.